ശ്രീ രാജേഷ്, വളരെ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു യാത്രയാണ് ഈ ഫൈനൽ വരെയുള്ളത്. അതിൽ പ്രത്യേകിച്ചും ഏത് പ്രതിസന്ധിയിലും മറികടന്നു വരാൻ, അതിനെ പതറിപ്പോകാതെ തിരിച്ചു വരാനുള്ള ഒരു ശേഷി അർജന്റീന പ്രകടിപ്പിച്ചു എന്നതാണ് കൂടുതൽ ഒരു ആത്മവിശ്വാസം ആരാധകർക്കും നൽകാൻ കാരണം. ഈ ഒരു യാത്രയിൽ നിന്ന് അർജന്റീന ഓരോ മത്സരങ്ങൾ കഴിയുമ്പോൾ അർജന്റീന ടീമിനുണ്ടായ ഒരു മാറ്റം, ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇതിലൊരു അനുഭവങ്ങളുടെ കരുത്ത് എങ്ങനെയാകും അവർക്ക് പ്രയോജനപ്പെടുക? ശരിക്കും ഈ പറഞ്ഞതുപോലെ അവരുടെ തിരിച്ചു വരാനുള്ള ഒരു കഴിവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അർജന്റീന പ്രാഥമിക ഘട്ടത്തിൽ വളരെ ചെറിയ അനായാസമായി ജയിച്ച ടീമായിരുന്നു. പക്ഷേ അവർ നോക്കൌട്ടിൽ എത്തിയപ്പോഴേക്കും ശരിക്കും വിയർക്കുന്നത് നമ്മൾ കണ്ടു. 3 കളികളിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മത്സരങ്ങൾ നൽകുന്ന ഒരു സൂചന എന്ന് പറഞ്ഞാൽ എത്ര അവർ തോറ്റു എന്ന് നമ്മൾ വിചാരിച്ചാലും അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള അത്ഭുതകരമായ ഒരു കഴിവുണ്ട്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ അവസാന ഭാഗങ്ങൾ എല്ലാ ടീമുകളും ലീഡ് നേടി അവസാന ഭാഗത്ത് തളരുന്നതാണ് നമ്മൾ കാണുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 80-ാം മിനിറ്റിന് ശേഷമാണ് ശരിക്കും അർജന്റീനയുടെ യഥാർത്ഥ കളി കാണുന്നത്. ഇംഗ്ലണ്ടിനെതിരെയൊക്കെ മത്സരം കണ്ടു. അവർ ഉണർന്നതിന് ശേഷം ഒരു 37 മിനിറ്റ് 88% വരെ പൊസഷൻ കൈവശം വെച്ചു. കളി ശരിക്കും പൂർണ്ണമായിട്ട് ഒരു ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പം അതുകൊണ്ട് അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ ഒരു തവണ ഒരുപക്ഷെ നേരത്തെ ഗോൾ അടിച്ചാലും എപ്പോൾ വേണമെങ്കിലും അവസാന 90-ാം മിനിറ്റ് വരെ അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ശരിക്കും അർജന്റീന ടീമംഗങ്ങൾക്കും അവരുടെ ആരാധകർക്കും നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. നമ്മൾ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അർജന്റീന 19 ഗോൾ അടിച്ചു, 7 ഗോൾ വഴങ്ങി. സ്പെയിൻ 13 ഗോൾ അടിച്ചു, 1 ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. ഈ 1 ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എന്നതാണ് സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി. അവരുടെ പ്രതിരോധവും അവരുടെ ഗോൾ കീപ്പിങ്ങും ശരിക്കും അങ്ങേയറ്റത്തെ പെർഫോമൻസ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഗോളുകൾ അധികം അടിക്കുന്നില്ല എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ന്യൂനതയാണ്. കാരണം അവിടെ സ്ട്രൈക്കർമാർ, ഇപ്പോൾ വയർസബാളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരിക്കുന്നത്, 5 ഗോൾ നേടി. പക്ഷെ ആ വയർസബാൾ എല്ലാ കളികളും ഒരേ ഫോമിലല്ല കളിക്കുന്നത്. ഇപ്പം വലത് വൈങ്കില് യമാൽ നന്നായിട്ട് കളിച്ച സമയത്താണ് അവർക്ക് ഫ്രാൻസിനും ബെൽജിയത്തിനും എതിരെ നന്നായിട്ട് വിജയം കൈവരിക്കാൻ സാധിച്ചത്. പക്ഷെ ആ ഫോം അവർക്ക് എപ്പോഴും തുടരാൻ സാധിക്കുന്നില്ല സ്കോറിങ്ങിന്റെ കാര്യത്തിൽ. ഇപ്പൊ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും നമ്മൾ അവസാനത്തെ 2 മത്സരങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ സ്പെയിനായിട്ട് കളിച്ചത്. നമ്മൾ പറഞ്ഞ കേപ്പ് വെർദെക്കെതിരെ സമനില വഴങ്ങി തുടങ്ങിയ ടീമാണ്. പക്ഷെ ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തോടു കൂടിയാണ് അവർ ശരിക്കും ഒന്ന് ഉണർന്നിരിക്കുന്നത്. മറ്റൊരു സ്പെയിനെ നമ്മൾ കാണാൻ അവിടെ വെച്ചിട്ടാണ്. കാരണം അവര് മൈതാനത്തിന്റെ വീതിയിൽ കളിച്ച് പൊസഷൻ ഗെയിം കളിച്ച് കൊണ്ടിരുന്നവര് പെട്ടെന്ന് തന്നെ അവർ അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് മാറി നീളത്തിൽ പാസുകൾ ചെയ്തു തുടങ്ങി. ക്ഷണത്തിൽ തന്നെ ബെൽജിയത്തെ ആക്രമിക്കാനൊക്കെ അവർ സാധിച്ചു. പക്ഷെ അവിടെയും അവർ അർഹിച്ചൊരു ജയം അല്ല ശരിക്കും ബെൽജിയത്തിനെതിരെ നേടിയിരിക്കും. ഇതിൽ കൂടുതൽ ആധികാരികമായ ഒരു ജയം അവർ അർഹിച്ചിരുന്നു. അത്രയേറെ തവണ അവർ ആക്രമിച്ചു. പക്ഷെ അവസാനത്തെ ഒരു ഫൈനൽ ടച്ച്, ലാസ്റ്റ് ടച്ച് ഉണ്ട്. ആ ടച്ചിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പൊയർസബാൽ എല്ലാ സമയവും ഒരുപോലെ ഉയർന്ന് കളിക്കുന്നില്ല. അപ്പൊ അത് സ്പെയിനെ സംബന്ധിച്ചൊരു ന്യൂനതയാണ്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡും അവരുടെ ഡിഫൻസും ഗോൾ കീപ്പറുമാണ്. ഇപ്പൊ റോഡ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ്രിയുടെ ഒക്കെ കണക്കെടുത്താൽ 694 മറ്റോ പാസുകളാണ് റോഡ്രി കൊടുത്തിരിക്കുന്നത്. അതിന് 93% ആക്യുറസി ഉണ്ട് ആ പാസുകൾക്ക്. അതുപോലെ പിന്നീടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ കുബാർസി, ഈ ലോകകപ്പിന് ഏറ്റവും വലിയ താരം ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും അത് 19 വയസ്സുകാരെ കുബാർസിയാണ്. ഈ കുബാർസി പിന്നീടിൽ നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണ്. അതേപോലെ ഗോൾ കീപ്പർ സിമോൺ ഒറ്റ ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ ബെൽജിയത്തിനെതിരെ. അപ്പൊ ഗോൾ വഴങ്ങിയിട്ടില്ല മാത്രമല്ല സിമോൺ കളിക്കുന്ന ഒരു ശൈലി നമ്മൾ കാണണം. കാരണം ഗോൾ സിമോൺ എന്ന് വെച്ചാൽ 10-30 മീറ്ററിന്റെ വ്യത്യാസം മുന്നോട്ട് കയറിയിട്ടാണ്. അപ്പൊ അവരുടെ ഡിഫൻഡർമാർക്കും എന്താ പറയാ മിഡ്ഫീൽഡർമാർക്ക് അതിൽ ഒന്നുകൂടി മുന്നോട്ട് കയറിയ എതിരാളികൾ പ്രതിരോധിക്കാനുള്ള ഒരു അവസരം അവിടെ സിമോൺ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗംഭീരമായിട്ടുള്ള സ്വീപ്പർ കീപ്പർ, പണ്ട് നമ്മൾ മാനുവൽ ന്യൂയർ ഒക്കെ പറയും, അതുപോലെ ഗംഭീരനായിട്ടുള്ള ഒരു സ്വീപ്പർ കീപ്പറായിട്ട് സിമോൺ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗോൾ കീപ്പർമാരും ഡിഫൻഡറും ഈ മധ്യനിരയുമാണ് ശരിക്കും സ്പെയിനിന്റെ ആക്രമണത്തിന് നട്ടല്ല, അവരുടെ ഊർജ്ജ സ്രോതസ് അതാണ്. പക്ഷെ അതിനെ ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ യമാലിനോ അല്ലെങ്കിൽ ഒയർസബാളിനോ എത്രമാത്രം സാധിക്കും എന്നുള്ളത് വലിയ സംശയമാണ്. നിക്കോ വില്യംസിനെ അവർക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. നിക്കോ വില്യംസും യമാലും 2 വിങ്ങുകളിൽ ഇറങ്ങി നന്നായിട്ട് ഷൈൻ ചെയ്താൽ ഒയർസബാളിലേക്ക് നന്നായിട്ട് പന്തെത്തും. അതായിരിക്കും അവരുടെ വിജയം. പരിശ്രമം സ്പെയിൻ നേരിടാൻ പോകുന്നത് അവർ കയറി കളിക്കുന്നത് കൊണ്ട്. ഇപ്പൊ പെഡ്രോ പോറോണ് അവരുടെ വലിയൊരു ആക്രമണത്തിന് കുന്തമുന. ഒരേപോലെ ഡിഫെൻഡ് ചെയ്യുകയും അതേ സ്പേസിൽ അറ്റാക്ക് ചെയ്യുകയും 2 ഗോൾ നേടുകയും ചെയ്തു. ഈ ലോകകപ്പിൽ ഏറ്റവും നല്ല ഗോളുകൾ ഒന്നും എടുത്താൽ അത് പെഡ്രോ പോറോ നേടിയ ഗോളാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെഡ്രോ പോറോ നന്നായിട്ട് അഡ്വാൻസ് ചെയ്ത് കളിക്കുന്ന സമയത്ത് പിന്നരയിൽ അവിടെ വലിയൊരു ശൂന്യത ഉണ്ടാവും. ആ ശൂന്യതയാണ് ഒരുപക്ഷെ മെക്കാലിസ്റ്ററോ അല്ലെങ്കിൽ യൂലിയൻ ആൽവാരസ് ഒക്കെ മുതലാക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്.
അങ്ങനെ അവർ മുതലാക്കുന്നത് നമ്മൾ കണ്ടു അർജന്റീനയുടെ കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ. ഇപ്പൊ മെസ്സി വിങ്ങുകളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടും എതിരാളികൾ. അപ്പം ഈ ഓട്ടകൾ കൂടി അടച്ചെങ്കിൽ മാത്രമേ സ്പെയിനിന് അർജന്റീനയെ മറികടക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല സ്കോറിംഗിൽ അല്പം കൂടി മികവും അവർ പുലർത്തേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മെസ്സിയിലേക്ക് ആ ഒരു വലിയ അംഗീകാരം എത്തും. ഇപ്പൊ ശരിക്കും അഡ്വാൻറ്റേജ് മെസ്സിക്കാണ്. കാരണം രണ്ടുപേരും ഒരേ ഗോൾ നിലയാണെങ്കിലും അസിസ്റ്റുകളുടെ കാര്യത്തിൽ മെസ്സിയാണ് മുൻപിൽ. അതുകൊണ്ട് അടുത്ത കളിയിൽ എംബാപ്പെ ഗോളടിക്കാതിരിക്കുകയും മെസ്സി ഫൈനലിൽ ഗോളടിക്കാതിരിക്കുകയും ചെയ്താലും മെസ്സിക്ക് സ്വാഭാവികമായിട്ടും ഗോൾഡൻ ബൂട്ട് കിട്ടും. അതല്ല, എംബാപ്പയ്ക്ക് വലിയൊരു മത്സരമുണ്ട്. എംബാപ്പയെ പോലത്തെ ഒരു താരം എപ്പം ഗോളടിക്കും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എംബാപ്പെ ഒരു ഗോൾ കൂടി അടിക്കുകയും മെസ്സി ഗോൾ അടിക്കാതിരിക്കുകയും ചെയ്താൽ ആ നേട്ടം എംബാപ്പയ്ക്ക് സ്വന്തവും. അപ്പോൾ അതൊരു ചരിത്രം പോകും. കാരണം ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും ബാക്ക് ടു ബാക്ക് ഗോൾഡൻ ബൂട്ട് നേടിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ എംബാപ്പയായിരുന്നു, അതിന്റെ ഒരു അവസരം എംബാപ്പയ്ക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തീർത്തും നിറമങ്ങിപ്പോയി സ്പെയിനെതിരെ. എംബാപ്പെ ഇല്ലാന്ന് തന്നെ പറയാം. അതിന്റെ ഒരു ക്ഷീണം തീർക്കാൻ എന്തായാലും ഇംഗ്ലണ്ടിനെതിരെ എംബാപ്പെ ശ്രമിക്കും. അപ്പൊ ഇംഗ്ലണ്ടിന് ഇന്നത്തെ നിലയിൽ വെച്ചിട്ട് എംബാപ്പെ അത്ര തടയാൻ അവർക്ക് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. എങ്കിലും അത് മെസ്സിക്ക് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മെസ്സിയുടെ മുന്നിൽ വലിയ വാദമുണ്ട്. മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും അസിസ്റ്റുകൾ ഗോൾ വരാൻ പോകുന്ന എല്ലാം മെസ്സിയുടെ കാലിൽ നിന്നായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ 2 കളിയിൽ മെസ്സി ഗോൾ അടിച്ചിട്ടില്ല. പക്ഷെ ആ ഗോളുകൾ പിറന്നത് 90% മെസ്സിയിൽ നിന്നാണ്. കഴിഞ്ഞ സെമിയിൽ 2 ഗോൾ നേടിയിരിക്കുന്നതും മെസ്സിയുടെ പാസിൽ നിന്നാണ്. അപ്പൊ ആ അസിസ്റ്റ് ഉണ്ടായാലും ശരിക്കും മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടാം. അതിന്റെ ഒരു ചരിത്രത്തിന്റെ വക്കിലാണ് മെസ്സി. അത് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. കാരണം അങ്ങനെ മെസ്സി പടിയിറങ്ങി പോകുമ്പോഴാണല്ലേ അതിന്റെ ഒരു ഫുട്ബോളിന്റെ നമ്മളൊരു സൗന്ദര്യമൊക്കെ പൂർത്തിയാവുള്ളൂ.